എത്തിച്ചേരുകയും അവരുടെ അധികാരത്തിന്റെ ആദ്യ നാളുകളിൽ അവർക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് നമുക്കറിയാം. കനാൻ ദേശത്ത് നിലവിലുണ്ടായിരുന്ന വ്യത്യസ്തങ്ങളായ പല ജാതികളോടും നിരവധിയായ പോരാട്ടങ്ങളും പരാജയങ്ങളും വിജയങ്ങളും ഇങ്ങനെ അവരുടെ അധിനിവേശത്തിന്റെ നാളുകളിൽ പലതരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള മനുഷ്യരാണ്. ഓരോ സംഘർഷങ്ങളിലും ദൈവം ഓരോ നായകരെ അവർക്ക് വേണ്ടി ഉയർത്തിക്കൊടുക്കുന്നതായി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നു. അത്തരത്തിൽ തുടർച്ചയായി 7 വർഷം വിദ്യാർത്ഥികളുടെ അനുബന്ധത്തിലായിരുന്നു ഇസ്രായേലിനെ ശിക്ഷണത്തിൽ വളർത്തുവാൻ വിദ്യാർത്ഥികളുടെ അനുബന്ധത്തിൽ ദൈവം ഏൽപ്പിച്ച ആ 7 വർഷം അതിൽ നിന്ന് ഒരു വിമോചനം അവർക്ക് സാധ്യമാക്കുവാനായി ദൈവം ഉയർത്തിയ നായകനാണ് വിജയം. വിജയം ദൈവത്തോട് പറയുന്നത് വാക്കാണ്, മനശ്ശേരിയിൽ എന്റെ എളിയും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവരുമല്ലോ എന്ന് പറഞ്ഞു. യഹോവ ഞാൻ നിന്നോടുകൂടിയിരിക്കും, നീ വിദ്യാലയത്തിലെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. തുടർന്ന് ദൈവത്തോട് ദൈവം അടയാളം ചെയ്തു, നീ അത് ചെയ്തതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ രക്ഷിക്കുന്നത്. ഇതന്നെ ലോകമുള്ള ഒരാളുമ്പോൾ കളത്തിന്മേൽ നിർത്തിയിടും, മഞ്ഞ് തോലിന്മേൽ മാത്രം നീക്കുകയും നിലമുകയും ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ നീ അത് ചെയ്തതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. അവർ പിന്നീട് അധികാരത്തിൽ തോൽപ്പിഴിഞ്ഞു മഞ്ഞുവെള്ളം ഗിദെയോൻ പിന്നെയും ദൈവത്തോട്, നിന്റെ കോപം എന്റെ നേരെ തിരിക്കരുത്, ഞാൻ ഒരിക്കൽ കൂടി സംസാരിച്ചു കൊള്ളട്ടെ, തോൽക്കുന്ന ഒരു പരീക്ഷ കൂടി കഴിച്ചു കൊള്ളട്ടെ, തോൽ മാത്രം ഉണങ്ങുകയും നിലമുകയും മഞ്ഞുകൊണ്ട് നനഞ്ഞിരിക്കാൻ കഴിയണമേ എന്ന് പറഞ്ഞു. അർദ്ധരാത്രിയിൽ ദൈവവും അങ്ങനെ തന്നെ ചെയ്തു. തോൽ മാത്രം ഉണങ്ങുകയും നിലമുകയും മഞ്ഞുകൊണ്ട് നനഞ്ഞിരുന്നു. വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം രക്ഷിക്കും ഗിദെയോൻ മുഖാന്തരം എന്നുള്ളതിന്റെ തെളിവായി. ഗിദെയോൻ ദൈവത്തോട് ആരായുന്ന അടയാളം ദൈവം അവന് സാധിച്ചു. ഇവിടെ പരാമർശിക്കപ്പെട്ട ചില പദങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഓർമ്മ ആചരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പെട്ടെന്ന് തന്നെ തെളിയാൻ സാധ്യതയുണ്ട്. പരിശുദ്ധാത്മയെ കുറിച്ച് നിരവധി അവതാരങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് നമ്മുടെ ആരാധനാ സാഹചര്യം കടമെടുത്തു. ഉള്ളവരെ സ്വർഗത്തോടുയരുന്ന ധോണി, അടച്ച തോട്ടം, രഹസ്യപ്പെട്ട രഥം, ഗിദെയോന്യ രോഗക്കെട്ട്, നിനക്ക് ഭാഗ്യം, നിന്നിൽ മുഴുവൻ കാണപ്പെട്ടു എന്നിങ്ങനെ മംഗളവാർത്തക്കാരുടെ സദാ പ്രാർത്ഥനയിലൊക്കെ നാം വായിച്ചത് ഇപ്പോൾ ഓർമ്മയുണ്ട്. എന്താണ് അമ്മ പറയുന്നു? ഗിദെയോന് ദൈവം നൽകിയ രോഗക്കെട്ടിന്മേൽ പരിമിതി വീഴുന്ന അടയാളമുള്ള സന്നദ്ധ. അത് കുറെ കൂടി വ്യക്തമാക്കണമെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം ഈ അടയാളം ദൈവം കാട്ടുന്നതിന് ശേഷമുള്ള ചില സംഭവങ്ങൾ കൂടി പ്രതിപാദിക്കേണ്ടതായിട്ടുണ്ട്.
മിദ്യാനിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഗിദെയോൻ വലിയൊരു സൈന്യ സന്നാഹം ഒരുക്കുന്നു. ഏകദേശം 32,000 ആളുകളെ ഗിദെയോൻ കൂട്ടിവരുത്തുന്നു. ഇങ്ങനെ 32,000 ആളുകളെ കൂട്ടിവരുത്തിക്കൊണ്ട് ഗിദെയോൻ യുദ്ധത്തിന് ഒരുങ്ങുന്നു. യഹോവ ഗിദെയോനോട്, നിന്നോടുകൂടെയുള്ള ജനം അധികമാകും, എന്റെ കയ്യിൽ എന്നെ രക്ഷിച്ചുകൊണ്ട് ഇസ്രായേൽ എന്റെ നേരെ ഒമ്പ് പറയാതിരിക്കേണ്ടത് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. എന്റെ കയ്യിൽ എന്നെ രക്ഷിച്ചുകൊണ്ട് എന്റെ നേരെ ഇസ്രായേൽ ഒമ്പ് പറയാതിരിക്കേണ്ടത് ഞാൻ ഇവരുടെ കയ്യിൽ മിദ്യാന്യരെ ഏൽപ്പിക്കുകയില്ല എന്ന് യഹോവ പറയുന്ന ആ താക്കീത് ഏത് കാലത്തുമുള്ള മനുഷ്യന്റെ വങ്കത്തരങ്ങളും ഒരു കടുത്താക്കീത്. എന്റെ കയ്യിൽ എന്റെ ബുദ്ധി, എന്റെ കഴിവ്, എന്റെ സമ്പത്ത്, എന്റെ ബന്ധുക്കൾ, ഇതൊക്കെ എനിക്ക് വിജയം തരും, ഞാൻ നേടിയതൊക്കെ എന്നാൽ തന്നെയാണ് എന്ന് അറിയാതെ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ അങ്ങനെയൊരു അവിവേകം, അബദ്ധധാരണ അന്തരിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കടുത്താക്കീതാണ് യഥാർത്ഥത്തിൽ ഗിദെയോന് ദൈവം നൽകുന്ന ഈ ഒരു താക്കീത്. അതെങ്ങനെയെന്ന് തുടർന്ന് ദൈവം ഈ സൈന്യത്തെ 2 തവണ ഷോർട്ട്ലിസ്റ്റ് ചെയ്തു. ഒന്നാമത്തെ പരീക്ഷയിലാണ്. ആകയാൽ നീ ആർക്കെങ്കിലും ഭയവും ഭീതിയും ഉണ്ടെങ്കിലും ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്നാണ്. അത് കേട്ടപ്പോൾ തന്നെ ജനത്തിൽ 20,000 പേർ മടങ്ങിപ്പോയി, 10,000 പേർ ശേഷിച്ചു. 10,000 പേരുടെ സൈന്യം ഉണ്ടായിട്ടും ദൈവം പറഞ്ഞു, ഈ ഒരു പരീക്ഷ കൂടി കൂടുതലായിട്ട് പോയി 10,000 പേർ പോലും വേണ്ടാത്ത ദൈവം. അടുത്ത പരീക്ഷ ജനം ഇനിയും അധികമാകും, അവരെ വെള്ളത്തിലേക്ക് കൊണ്ടുപോകാം, അവിടെ വെച്ചാണ് അവരെ പരിശോധിച്ചത്. ഇവൻ നിന്നോടുകൂടി പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടി പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെയൊക്കെയും വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെ വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. കൈ വായിൽ വെച്ച് നക്കി കുടിച്ചവരാ 300 പേരെയും ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തിക്കുന്നു. യഹോവ ഗിദെയോനോട്, നക്കി കുടിച്ച 300 പേരെയും കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെ താന്താനുള്ള സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു. പിന്നീടുള്ള ചരിത്രം നമുക്കറിയാം. ഈ 300 പേരെയും കൊണ്ട് ഗിദെയോൻ മിദ്യാന്യരെ കീഴ്പ്പെടുത്തി ഇസ്രായേലിനെ മോചിപ്പിക്കും. നസറേത്തിലെ ഒരു പെൺകുട്ടി, വലിയ കുടുംബ പശ്ചാത്തലം പറയുന്നില്ല, വലിയ സാമ്പത്തിക പശ്ചാത്തലം പറയുന്നില്ല, രാജകീയമായ യാതൊരു പാരമ്പര്യവും അവകാശപ്പെടുന്നില്ല, തികച്ചും ദരിദ്രയായ നിസ്സയായ നിസ്സഹായയായ പെൺകുട്ടി മറിയം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറയത്തക്ക വിധം എന്റെ ബുദ്ധിക്കെത്താത്ത കാര്യങ്ങളുടെ മുമ്പിൽ വിനയപൂർവ്വം തന്നെ സമർപ്പിക്കുന്നത് തയ്യാറായിട്ടുണ്ട്. അവളാണ് ഗിദെയോന്റെ അവളുടെ പേരാണ് ആകാശം പരിഗണിക്കുന്ന പോലെ വചനമാണ് ദൈവം ഇറങ്ങി വസിച്ച് ജഡമായിരിക്കുന്നത്. the mother of the humanity എന്നാണ് വിശേഷിക്കുന്നത്. നവമാനവികതയുടെ അമ്മ എന്നാണ് പരിശുദ്ധ കന്യകമറിയമ്മയെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് പഴയ മനുഷ്യരുടെ മക്കളെ ദൈവത്തോടുള്ള അനുസരണം തെറ്റിച്ചു കളയുന്നത്. രണ്ടാം മാതാവായ ക്രിസ്തു ദൈവത്തോടുള്ള അനുസരണം തിരികെ പിടിക്കുന്നതിന് മുഖാന്തരമാകുന്നതാണ് പരിശുദ്ധ കന്യകമറിയമ്മ. അതുകൊണ്ടാണ് പുതിയ മനുഷ്യത്വത്തിന്റെ അമ്മ എന്ന് പരിശുദ്ധ കന്യകമറിയമ്മയെ സഭാപാലകരുടെ വിശേഷിപ്പിക്കുന്നത്.
പരിശുദ്ധമായ അമ്മയെക്കുറിച്ച് ഒരടയാളത്തിലുള്ള വിശദീകരണം മാത്രമാണ് ഈ സമയത്ത് ധ്യാനിച്ചത്. ഇങ്ങനെ എത്രയെത്ര അടയാളങ്ങൾ, എത്രയെത്ര അവതാരങ്ങൾ തിരുവഴുത്തിൽ നിന്ന് അമ്മ മറിയത്തെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ സഭാപാരമ്പര്യം ആ പരിശുദ്ധാമ്മയുടെ മഹനീയമായ മധ്യസ്ഥത നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാവലും കോട്ടയുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം